ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. ഇതൊരു 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു LED ലൈറ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഞാൻ ഒരു LED ലൈറ്റ് വാങ്ങിച്ചു. എന്തിനെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്യാമറയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യാൻ സമയത്ത് അതിനാവശ്യമുള്ള വെളിച്ചത്തിന് വേണ്ടിയാണ്. അപ്പം ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. ഞാൻ എൻ്റെ ലിങ്ക് ഇട്ടേക്കാം. എനിക്കിഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ഇടുന്നത്. കാരണം ഒരെണ്ണം ഇതിന് മുമ്പ് ഞാൻ വാങ്ങിച്ചു, അത് കൊള്ളില്ലായിരുന്നു. കാരണം ആവശ്യത്തിന് വെളിച്ചമില്ല. ഇത് ഒരെണ്ണം തന്നെ നല്ല വെളിച്ചമാണ്. അപ്പം ഇതേപോലത്തെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഷാഡോ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇവിടെ നിങ്ങൾക്ക് കാണാം കുറച്ച് ഷാഡോ ഉണ്ട്. ഇവിടെയും ഒരല്പം ഷാഡോ വരുന്നുണ്ട്. ആ ഷാഡോ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് 2 ലൈറ്റ് വെച്ച് ഇതെടുക്കാൻ പറ്റും. കാരണം ഇതിന് നല്ല ബ്രൈറ്റാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് പറയുന്നത്. 11 ഇഞ്ചാണ്. ഇത് ചൈന മേക്കാണ്. ഇതിനകത്ത് വേറെ ഒന്നും എഴുതിയിട്ടില്ല. ഇത്രയും സാധനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. നെയിം, ക്യാമറ, ലൈറ്റ്, ഇതിൻ്റെ കുറച്ച് മോഡലിലൊക്കെ എഴുതിയിട്ടുണ്ട്. 240 LED ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. ഇത് 100 to 240 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. പിന്നെ 2900 മുതൽ 5700K ആണ് ഇതിൻ്റെ കളർ ടെമ്പറേച്ചർ വരുന്നത്. കളർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 2900 എന്ന് പറഞ്ഞാൽ ഡേ ലൈറ്റ് പോലെ ഒരുമാതിരി യെല്ലോയിഷ് കളറും, 5700K എന്ന് പറഞ്ഞാൽ നല്ല വൈറ്റ് കളറുമാണ്. ഇപ്പം ഞാൻ വൈറ്റ് കളറാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറയും. ഇതൊക്കെ ഈ ഏരിയയൊക്കെ വൈറ്റാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്ത് ഇതിൻ്റെ യെല്ലോ കളറിലോട്ട് കൊണ്ട് ആ ഷെയ്ഡ് കംപ്ലീറ്റ് നമുക്ക് ആ കളർ ടെമ്പറേച്ചറിൻ്റെ ഷെയ്ഡ് കംപ്ലീറ്റ് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ഞാൻ യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് പറയുന്നത് കൊള്ളാമെന്ന്. ഇത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ, പൊട്ടിച്ചതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു LED മൗണ്ട് ഞാൻ അത് കാണിച്ചു തരാം ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഇതിനകത്തൊരു നമ്മൾ തുറക്കുമ്പോൾ കാണുന്നത് ഈ ഒരു യൂസർ മാനുവലാണ്. യൂസർ മാനുവലിന് ഇതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. LED ടൈപ്പ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. 2835 എന്ന് പറയുന്ന LED ടൈപ്പാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ദെൻ 240 പീസസ് LEDs ഉണ്ട്. ദെൻ പാക്കേജ് വെയിറ്റ് ഒക്കെ ഭയങ്കര കുറവാണ്. ഡിമ്മബിൾ ആണ്. 0 to 100, അതായത് നമുക്ക് 0 മുതൽ 100% വരെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 42 വാട്ടാണ് കേട്ടോ ഔട്ട്പുട്ട് പവർ. 42 വാട്ടിൻ്റെ LED എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 9 വാട്ടിൻ്റെ LED ബൾബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വരുമെന്ന് അറിയാം. 22 വാട്ടിൻ്റെ ട്യൂബ് ലൈറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എത്രയാണ്. അപ്പോൾ 42 വാട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതിന് അപ്പുറമാണ്. കാരണം ഈ 42 വാട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ LED ഉണ്ട്. ഈ കളർ 2 കളറുണ്ട്, വൈറ്റ് കളറുണ്ട്, യെല്ലോയിഷ് കളർ എന്ന് പറഞ്ഞാൽ 2700K കളർ ടെമ്പറേച്ചറുണ്ട്, 5700K. അപ്പോൾ എല്ലാം കൂടെ ചേർന്നാണ് ഈ 42 വാട്ട്. അപ്പോൾ പിന്നെ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ ഇതിനകത്തൊരു റിമോട്ടൊക്കെ വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം ഇതെന്തൊക്കെയാണെന്ന്. ട്രൈപോഡ് മൗണ്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇതൊക്കെ എന്തോ ഈ പൊടിയൊക്കെ അല്ലാന്തോ പൊടി. ഇതാണ് ആ LED പാനൽ. ഇതിനകത്ത് എന്തൊരു ഒരു ലൈറ്റ് പോലെ എന്തൊരു ഒരു സാധനം ക്വാളിഫൈഡ്, സർട്ടിഫൈഡ്, ഓക്കെ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊന്ന് പൊടിയൊക്കെ ഇരിപ്പുണ്ട്. ഇതാണ് LED പാനൽ. ഇതാണ് എൻ്റെ ബാക്ക് സൈഡിൽ എഴുതിയിരിക്കുന്നത്. ബാക്ക് സൈഡിൽ ഇത്ര എഴുതിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഇൻഫ്രാറെഡ് LED. ഇൻഫ്രാറെഡിൻ്റെ സെൻസർ ഇതായിരിക്കുന്നു. ഇതാണ് സംഭവം. നല്ല റേഞ്ച് ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ ലൈറ്റ് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ഇവിടെ അടിച്ചാലും റിഫ്ലക്റ്റ് ഇവിടെ നിന്ന്, അതായത് നമ്മുടെ ചെവരിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്തത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ ഇതാണ് എൻ്റെ പവർ കോഡ് വരുന്ന 2-pin പ്ലഗാണ്. ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം എൻ്റെ എല്ലാ സോക്കറ്റിലും ഇത് ലൂസാണ്. അപ്പം ഞാനിത് ഒന്ന് വളച്ചിട്ടാണ് വെക്കണത്. കാരണം ഈ 2-pin പ്ലഗ് അത്ര പോരാ, വളരെ ക്വാളിറ്റി കുറഞ്ഞ ചൈന മേക്കാണ്. പക്ഷേ ഈ ലൈറ്റ് ഒരു രക്ഷയില്ല, സൂപ്പർ. പിന്നെ ഇതിനകത്ത് തന്നെ ഒരു പവർ സ്വിച്ച് വരുന്നുണ്ട്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് 3 ആംപിയർ കാപ്പബിൾ ആയിട്ടുള്ള പവർ സ്വിച്ചാണ്. ഞാനത് കാണിച്ചു തരാം. കാണാൻ പറ്റുമല്ലോ അല്ലേ? 3 ആംപിയർ കാപ്പബിൾ ആയിട്ടുള്ള ഒരു പവർ സ്വിച്ചാണ്. ഇതാണ് ലൈറ്റ്. പിന്നെ ഇതിനകത്ത് തന്നെ ഈ ലൈറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത, നമുക്ക് രണ്ടിടത്ത് മൗണ്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ട്രൈപോഡ് ഉണ്ടെങ്കിൽ ഒന്ന് ഇവിടെ മൗണ്ട് ചെയ്യാം, അതായത് വെർട്ടിക്കലായിട്ട് മൗണ്ട് ചെയ്യാം, ഹൊറിസോണ്ടലായിട്ടും മൗണ്ട് ചെയ്യാം. ഇവിടെ ഉണ്ട് മൗണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് 2 രീതിയിൽ മൗണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ ആ മൗണ്ട് ബ്രാക്കറ്റ് അവർ തന്നെ തരുന്നുണ്ട്. ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് പൊട്ടിച്ചിട്ടില്ല, മറ്റേതിൻ്റെ മാത്രമേ ഞാൻ പൊട്ടിച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ സാധനം നമുക്കിവിടെ ത്രെഡ് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ കറക്കി ത്രെഡ് ചെയ്ത് വെച്ചിട്ട് മാത്രമല്ല ഇവിടെ ഈ സാധനം ലൂസാക്കിയാൽ, ഞാൻ കാണിച്ചു തരാം. ഈ സാധനം ലൂസാക്കിയാൽ നമുക്ക് ഇതാണ്ട ഈ ഒരു ആംഗിളിൽ ഫുൾ മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടെ ടൈറ്റ് ചെയ്ത് വയ്ക്കാം. ഇത് നമുക്ക് ട്രൈപോഡിൽ
ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡാണ്. ട്രൈപോഡിനകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചാൽ നമുക്കത് എങ്ങോട്ട് വേണമെങ്കിലും ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഇങ്ങനെ ചരിച്ച് എങ്ങനെ വേണമെങ്കിലും കാണാൻ പറ്റും. കണ്ട, ഇതാണ് ഇതിൻ്റെ റിമോട്ടിൻ്റെ ക്ലോസപ്പ്. ഇതെന്ന് പറഞ്ഞാൽ നൈറ്റ് ലൈറ്റാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈറ്റിനെ ഒരു നൈറ്റ് ലാമ്പായിട്ട് യൂസ് ചെയ്യാം. ബ്രൈറ്റ്നസ് ഭയങ്കര കുറവാണ്, വളരെ ലോ ബ്രൈറ്റ്നസ്സിൽ വർക്ക് ചെയ്യും. ഇത് ഓൺ, ഇത് ഓഫ്. ഇത് ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനുള്ളത്. ഇത് രണ്ടും ബ്രൈറ്റ്നസ് കൂട്ടാനും ഇത് രണ്ടും കുറയ്ക്കാനുള്ളത്. പിന്നെ ഇത് കളർ ടെമ്പറേച്ചർ മൈനസും കളർ ടെമ്പറേച്ചർ പ്ലസും. അതായത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ, അതായത് വൈറ്റ് ലൈറ്റും ഫുൾ യെല്ലോ കളർ പോലത്തെ ലൈറ്റും വേണമോ എന്തോ. യെല്ലോ കളറിൻ്റെ ഈ കളർ, ഇത് വൈറ്റ് ലൈറ്റ്. ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഒരു മീഡിയം ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2700K പോകും. ഒരു തവണ കൂടി ഈ സെക്ഷൻ പ്രസ് ചെയ്താൽ 5700K പോകും. പിന്നെ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് ലാമ്പിലോട്ട് പോകും. അതായത് ഈ ഒരു മോഡിലോട്ട് പോകും. അതാണ് ഈ സെക്ഷൻ. ഈ നടുക്കൊരു സ്വിച്ച് ഉണ്ട്. അതെന്തിനു വേണ്ടിയാണ് എനിക്കിപ്പോഴും അറിഞ്ഞത്. ഞാൻ പലതും നോക്കിയിട്ട് ഈ ഓക്സിലറി എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രസ് ചെയ്ത് നോക്കിയിട്ടൊന്നും ഒരു എഫക്റ്റും കാണുന്നില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പ്ലീസ് കമൻറ്റ് ഓൺ ഇറ്റ്. പിന്നെ ഞാനിത് കത്തിച്ച് കാണിച്ചു തരാം. എൻ്റെ ബ്രൈറ്റ്നസ് എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയണമല്ലോ. ഫസ്റ്റ് ഞാനൊരു കാര്യം ചെയ്യും, ഇവിടെ വെച്ച് കത്തിച്ച് കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നത് ചെവരിൽ വെച്ചിട്ട് കാണിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ് അറിയാൻ പറ്റും. എൻ്റെ റൂമിനകത്തുള്ള ബ്രൈറ്റ്നസ് എത്രയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരൊറ്റ ഭയങ്കര നല്ല ബ്രൈറ്റ്നസ് ആണ് കേട്ടോ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ അപ്പുറം ബ്രൈറ്റ്നസ്സാണ്. ഇത് ഓൺ ചെയ്ത് കാണിച്ചു തരാം. പവർ കൊടുക്കുകയാണേ. ഇതിപ്പോൾ വൈറ്റ് ലൈറ്റാണ്, പ്യുവർ വൈറ്റ്. അതായത് ഇത് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രൈറ്റ്നസ് അങ്ങ് മാറും. കണ്ടോ, യെല്ലോ ലൈറ്റായി. വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ മിക്സാണ്. ഡേ ലൈറ്റ് എന്ന് പറയും. അതായത് വൈറ്റ് ലൈറ്റും യെല്ലോ ലൈറ്റും കൂടെ ഒരുമിച്ച് കത്തിയണത്. നല്ല ഫുൾ ബ്രൈറ്റ്നസ് 42 വാട്ട്. നൈറ്റ് ലാമ്പിലോട്ട് പോയി. അപ്പോൾ ഇതാണ് ഈ സ്വിച്ചിൻ്റെ ഓൺ ഓഫ് സ്വിച്ചിൻ്റെ പ്രത്യേകത. ഇനി അടുത്ത ഞാൻ റിമോട്ട് വെച്ച് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഈ റിമോട്ട് വെച്ചിട്ട് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഇപ്പോൾ കുറച്ചാണ്, അത് ഞാൻ കൂട്ടുകയാണ്. കണ്ട, ഓരോ പ്രസ്സിലും നോക്കിക്കോണം, ഓരോ പ്രസ്സിലും ബ്രൈറ്റ്നസ് കൂടി വരണുണ്ടോ. നല്ല ബ്രൈറ്റാണ്, ഫുൾ ബ്രൈറ്റ്നസ്സാണ്. ഭയങ്കര ബ്രൈറ്റാണ്, എനിക്കത് നോക്കാൻ പറ്റുന്നില്ല അതിലോട്ട്. പിന്നെ ബ്രൈറ്റ്നസ് കുറയ്ക്കാം. ഇനി ഇതിൻ്റെ സെക്ഷൻ വെച്ച് ഇതാണ് നൈറ്റ് ലാമ്പിലോട്ട് പോകണണ്ട. ഇത് നൈറ്റ് ലാമ്പ് ആണ്. ഇത് ഓൺ ഓഫ് ആണ്. ഓൺ, ഈ സ്വിച്ച് തന്നെ വീണ്ടും പ്രസ് ചെയ്ത് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഓണിനും ഒരു സ്വിച്ചൊന്നുമല്ല, നമ്മൾ സാധാരണ റിമോട്ടിൽ കാണുന്നത് പോലെ ഓണിന് ഒരു സ്വിച്ചും ഓഫിന് 2 സ്വിച്ച് വെച്ചേക്കുന്നത്. രണ്ടും ഒരേ കണക്ഷനാണ്. അത് ഒന്ന് തന്നെ യൂസ് ചെയ്യാം. ഓഫിൽ ഒരു തവണ പ്രസ് ചെയ്താൽ ഓണാവും. ഇത് രണ്ടും ഒരേ ഓപ്പറേഷനാണ്. ഇത് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഞാൻ ഇതിൻ്റെ സെക്ഷൻ കാണിച്ചു തരാമേ എന്താണെന്ന്. സെക്ഷൻ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫാണ്, ഓണായി. ഇതിപ്പം 2700K ആണ്. 2700 or 900K. ഞാൻ ഒരു തവണ കൂടി ഈ സെക്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ട, ഇത് രണ്ടും കൂടെ മിക്സാണ്. അതായത് വൈറ്റ് ലൈറ്റും യെല്ലോ ലൈറ്റും കൂടെ ചേർന്നുള്ള ലൈറ്റാണ്. ഒരു തവണ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് ലാമ്പിലോട്ട് പോകും. ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റിലോട്ട് പോകും. അതായത് 4 സെക്ഷനാണ് ഇതിനകത്ത് വരുന്നത്. ഇനി കളർ ടെമ്പറേച്ചർ നമുക്ക് ഓരോന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് പ്യുവർ വൈറ്റ് ആണ്. ഇത് ഞാൻ പതുക്കെ യെല്ലോ ലൈറ്റും കൂടെ ചേർന്നുകൊണ്ട് ഇത് പ്യുവർ യെല്ലോ ലൈറ്റ്. അങ്ങനത്തെ പല നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ചില ഫുഡൊക്കെ റെക്കോർഡ് ചെയ്യാൻ പോയില്ലേ, ഈ കളർ ടെമ്പറേച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് വരണം ഈ ഫുഡൊക്കെ ഇത് ചെയ്യുമ്പോഴാണ്. അതായത് റെക്കോർഡ് ചെയ്യുമ്പോഴാണ്, വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ഫുഡൊക്കെ റിച്ചായിട്ട് തോന്നണമെങ്കിൽ ഈ കളർ ടെമ്പറേച്ചർ ഇത്തിരി കുറച്ച് കൊടുക്കണം. അതായത് ഒരു യെല്ലോ ടിൻ്റൊക്കെ ഉണ്ടെങ്കിൽ ഫുഡിൻ്റെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര റിച്ചായിരിക്കും. അതായത് അല്ലാതെ ഞാൻ ഈ വൈറ്റ് എടുത്ത് വെച്ചിട്ട് ഫുഡിൻ്റെ കളർ അടിച്ചാൽ വേറെ കളറായിരിക്കും നമുക്ക് ഫീൽ ചെയ്യണം, ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ കളർ ടെമ്പറേച്ചറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഞാനിത് ചെവരിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് കാണിച്ചു തരാമേ. ഇതെൻ്റെ ബാത്റൂമിൻ്റെ ഡോറാണ്. അതിൻ്റെ സൈഡിലുള്ള ചെവരിലോട്ടാണ് ഞാനിപ്പം ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഓൾറെഡി എൻ്റെ റൂം നല്ല ബ്രൈറ്റാണ്. ഞാനതൊന്ന് കുറച്ചോട്ടെ ബ്രൈറ്റ്നസ്. എൻ്റെ സ്റ്റുഡിയോയിൽ ലൈറ്റ് കംപ്ലീറ്റ് അങ്ങ് ഓഫ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഫുൾ ലൈറ്റ് അണച്ചിട്ടുണ്ട്. ഡേ ലൈറ്റ് ആയിട്ടുകൊണ്ടുള്ള വെളിച്ചം മാത്രമേ ഉള്ളൂ. ഞാൻ ഇത് ഓൺ ചെയ്യണേ. ഫുൾ ഇപ്പം ലൈറ്റ് ഉണ്ട്, ഞാൻ ഓൺ ചെയ്യണേ. കണ്ട, ഈ ബ്രൈറ്റ് ഇത് വളരെ നൈറ്റ് ലാമ്പിൽ കിടക്കുകയാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് ബ്രൈറ്റ്നസ്. ഞാനിതിൻ്റെ ഇപ്പം കണ്ട നല്ല ബ്രൈറ്റായി റൂം അത് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. കണ്ട, ഓഫ് ചെയ്യുമ്പം ആ റിച്ച്നെസ് അങ്ങ് പോയി. ഓൺ ചെയ്യുമ്പം കണ്ട നല്ല ബ്രൈറ്റ്നസ്സിലാണ് ഇത് ഇരിക്കുന്നത്.
ഇത് ടിൻറ്റഡ് ലൈറ്റ്, അതായത് യെല്ലോ ലൈറ്റ്. ഇത് മിക്സാണ്, ഡേ ലൈറ്റ് എന്ന് പറയുന്ന ഒരു മോഡ് കിടക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഇതെല്ലാം നല്ല ബ്രൈറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒറ്റ ലൈറ്റേ ഉള്ളൂ കേട്ടോ, ഇത് വേറെ ഒന്നുമില്ല, ഒരൊറ്റ ലൈറ്റിലാണ് ഈ ബ്രൈറ്റ്നസ്. ഇനി ഞാനിതിൻ്റെ ഇത് ചെയ്ത് കാണിച്ചു തരാം. സെക്ഷൻ അനുസരിച്ച് ഉണ്ട്. യെല്ലോ ലൈറ്റായി, ഞാൻ വൈറ്റ് ലൈറ്റായി, നൈറ്റ് ലാമ്പായി, പ്യുവർ വൈറ്റായി, യെല്ലോ, ടിൻറ്റഡ്. ഇനി ഇതിൻ്റെ കളർ ടെമ്പറേച്ചർ കൂട്ടുകയെന്ന് പറഞ്ഞാൽ ഞാനിത് കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് പ്യുവർ വൈറ്റാണ്, കണ്ട ഓരോരോ ടിൻറ്റഡ് ചെയ്ത് വന്നിട്ട് ഇത് പ്യുവർ ഇതിലോട്ടങ്ങ് പോയി. ഒറ്റ ഇതിൽ തന്നെ നമുക്ക് നന്നായിട്ട് ചെറിയായിട്ട് ചൂടാവും കേട്ടോ ഇത് ബാക്ക്. എന്നാലും കുഴപ്പമില്ല, അത് നല്ല ഹീറ്റ് സിങ്ക് ഉണ്ട്, നന്നായിട്ട് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു 3 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല, കാരണം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തന്നെ. ഇതെൻ്റെ റൂമിൻ്റെ ഡോറിലാണ് ഞാൻ ലൈറ്റ് വെച്ചേക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് ഒരു ഹോളുണ്ട്, ആ ഹോളിൻ്റെ അപ്പുറത്ത് ഒരു മെയിൻ ഹോൾ, അതിൻ്റെ അപ്പുറത്ത് ഒരു റൂം. ഡേ ലൈറ്റിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. ലൈറ്റെല്ലാം അണച്ചിട്ടുണ്ട്, ഇരുട്ടല്ല, നല്ല വെളിച്ചമുണ്ട്, ആവശ്യത്തിന് വെളിച്ചമുണ്ട്. ഇനി ഞാൻ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യുമ്പോൾ നോക്കിയോ, നമ്മളെ ഈ LED ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ വെളിച്ചം കണ്ട എന്ത് നല്ല വെളിച്ചമാണെന്ന്. നല്ല ബ്രൈറ്റാണ് കേട്ടോ. ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ അൺബോക്സിങ് വീഡിയോ ഇടുന്നത്. ഒരു LED ലൈറ്റ് നിങ്ങൾ വാങ്ങിച്ചാൽ എന്ത് വന്നാലും നിങ്ങൾ ഒരെണ്ണം കൂടെ വാങ്ങിക്കും. കാരണം ഞാൻ ഓൾറെഡി എൻ്റെ സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് പർപ്പസിനെല്ലാം ഇതാണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. നേരത്തെ റൗണ്ട് ലൈറ്റൊക്കെ ആയിരുന്നു, വേറെ LED ട്യൂബ് ലൈറ്റ് ഉണ്ടായിരുന്നു, LED ബൾബ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇതിനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്ലഗ്, അത് ഒട്ടും കൊള്ളില്ല. കാരണം എൻ്റെ വീട്ടിലുള്ള എല്ലാ സോക്കറ്റിലും അത് ലൂസാണ്. ഞാൻ പിന്നെ അത് ജസ്റ്റ് പ്ലെയറിട്ട് വളച്ചിട്ടാണ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. വാങ്ങിച്ചിട്ട് പ്ലഗ് കട്ട് ചെയ്തിട്ട് പുതിയൊരു പ്ലഗ് ഫിറ്റ് ചെയ്താൽ ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലും സജഷൻസോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ അറിവിൻ്റെ പരമാവധി വെച്ച് ഞാൻ ഉത്തരം നൽകാം. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.